വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലുള്ള 5ാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ യൂണിറ്റ് വരെ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 5ാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് യൂണിറ്റിൻ്റെ പേര് സപ്ന എന്നാണ്. സപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും പ്രായവ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങളെ പറ്റിയും നമ്മൾ സ്വപ്നത്തിൽ എന്തെല്ലാം കാണുന്നു എന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാം. ടെക്സ്റ്റിലുള്ള ആ പിക്ചറിലേക്ക് നോക്കാം. ആ പിക്ചറിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേടകങ്ങൾ പോലുണ്ട്. അതുപോലെ തന്നെ മേഘമുണ്ട്, സ്റ്റാർ ഉണ്ട്, മൂണുണ്ട്. ആ മൂണിനെ, ആ നക്ഷത്രത്തിനെ ഒരു കുട്ടി കൈ ഏന്തി പിടിക്കുന്നത് പോലെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സബ് സപ്നെ ദേഖ്തേ ഹേ, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. ആപ്നെ ബി സപ്നെ ദേഖേ ഹോഗെ, നിങ്ങളും സ്വപ്നം കാണാറുണ്ടായിരിക്കാം. സബി സപ്നെ സാകാർ നെയ് ഹോത്ത, സാകാര എന്ന സാക്ഷാത്കരിക്കുക എന്നൊക്കെ അർത്ഥം. എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാറില്ല, അല്ലെങ്കിൽ നിറവേറ്റാറില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ പറ്റാറില്ല. കുച്ച് സ്വപ്നവും കോ ആവശ്യ സാകാർ കർനാ ഹെ, ചില സ്വപ്നങ്ങൾ നമ്മളെ ആവശ്യങ്ങളാണ് സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ അതാണ് ഈ ഒരു നമ്മളെ ചാപ്റ്ററിനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന് മൊത്തമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അങ്ങനെ പല സ്വപ്നങ്ങളെ പറ്റിയിട്ടുള്ള കാണുന്ന അല്ലെങ്കിൽ പല ആളുകളെ പറ്റിയും പല കാര്യങ്ങളെ പറ്റിയും സ്വപ്നം കാണുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു യൂണിറ്റാണിത്. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ബാക്കി ഓരോ ചാപ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി ആ യൂണിറ്റിലുള്ള ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ ആണ് ഇനി പറയുന്നത് ബാപ്പു കാ സപ്ന. ബാപ്പു കാ സ്വപ്ന, ബാപ്പുവിൻ്റെ സ്വപ്നം. അങ്ങനെ ബാപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പുജി, നമ്മൾ ഗാന്ധിജിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ബാപ്പു, ബാപ്പുജി എന്നൊക്കെ. അപ്പോൾ ബാപ്പു കാ സ്വപ്ന, അങ്ങനെ ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ്, ഒരു ചാപ്റ്ററാണ് ഈ യൂണിറ്റിലെ. അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. മേം ഏസേ ഭാരത് കെ ലിയേ കോശിഷ് കരൂങ്ക, ഞാൻ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കോശിഷ് കരൂങ്ക, പരിശ്രമിക്കും. ജഹാം, അവിടെ ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് നഹോ, ഊഞ്ച് നീച്ച് പറഞ്ഞാൽ മുതിർന്നവന് താഴ്ന്നവന് അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ എന്നുള്ള ഭേദഭാവ് പറഞ്ഞാൽ ഭേദഭാവ് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം. നഹോ, അങ്ങനത്തെ വിവേചനങ്ങളോ ഒന്നുമില്ല. ജാതിയ മിൽചുൽക്കർ രഹത്തി ഹോ, ജാതികൾ അല്ലെങ്കിൽ ജാതികൾ, മതങ്ങൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ബാപ്പുജീൻ്റെ സ്വപ്നത്തിൽ ഈ ബാപ്പുജി പറയണത് അല്ലെങ്കിൽ നമ്മൾ ഗാന്ധിജി പറയണത് എല്ലാവരും എന്താണ്, വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച്, എല്ലാ ജാതി മതങ്ങളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഉയർന്നവന് താഴ്ന്നവന് എന്നൊന്നും ഇല്ലാതെ ഭേദഭാവങ്ങളും അല്ലെങ്കിൽ ഭേദഭാവം പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വിവേചനം ഇല്ലാതെ ജീവിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുകയാണ്. സ്ത്രീ പുരുഷക്ക സമാൻ അധികാർ ഹോ, സ്ത്രീക്കും പുരുഷനും സമാൻ എന്ന് പറഞ്ഞാൽ തുല്യമായ അധികാരം. ഓർ ദുനിയ സേ ഹമാര സംബന്ധ്, ഈ ലോകത്തുള്ള നമ്മുടെ ഹമാര സംബന്ധ്, നമ്മുടെ സമാധാനം, ശാന്തി ഓർ ഭായിച്ചാരവും കാഹോ, ഈ ലോകത്തുള്ള നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് ശാന്തിയും അതുപോലെ തന്നെ സാഹോദര്യവുമാണ്. യഹി ഹേ മേരാ സപ്ന കാ ഭാരത്, ഇതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഭാരതം. ബാപ്പുജിന്റെ സ്വപ്നത്തിലുള്ള ഭാരതത്തിനെ പറ്റി പറയണം. അവിടെ വിവേചനങ്ങളില്ല, അതുപോലെ തന്നെ സാഹോദര്യങ്ങളും ശാന്തിയും സമാധാനം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഭാരതത്തിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന ഗാന്ധിജിയുടെ സ്വപ്നമാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഇനി അതിന്റെ താഴായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദുനിയാ മേം ശാന്തി ബനായെ രഖ്നെ കെ ലിയെ ഹം ക്യാ ക്യാ കരും, ലോകത്ത് ശാന്തി നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. അപ്പൊ ബാബുജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഊഞ്ച് നീച്ചുക്ക ഭേദഭാവ് നഹോ, വലിയവന് മുതിർന്നവന് താഴ്ന്നവന് എന്നുള്ള ഭേദഭാവങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അധികാരം നൽകുക. സ്ത്രീ പുരുഷക്ക സമാൻ അധികാർ ഹോ. പിന്നെ അതുപോലെ തന്നെ ഭായിച്ചാരോം സേ രഖ്ന അല്ലെങ്കിൽ ഭായിച്ചാരോം സേ രഹത്ത, അപ്പോൾ സാഹോദര്യത്തോടു കൂടി കഴിയുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്, അത് ജസ്റ്റ് എടുത്തെഴുതിയാൽ മതി. താഴായിട്ട് അടുത്ത പേജിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ലേഖക്ക് ആധാർ പർ മിലായെ, അവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാഠത്തിലുള്ള തന്നെയാണ്. അതൊരു ബോക്സിലായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. അത് മാച്ചബിൾ ആയിട്ടുള്ള എഴുതാനാണ്. അവിടെ എക്സാമ്പിളായിട്ട് ഭേദഭാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഊഞ്ച് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മൾ പഠിച്ചത് നീച്ച്, വലിയവൻ ചെറിയവൻ എന്നൊക്കെ അർത്ഥം. മിൽചുൽ ഒരുമിച്ച് എന്നൊക്കെ, മിൽചുൽക്കർ നമ്മൾ പഠിച്ചു. സ്ത്രീ പുരുഷൻ, ഭായിച്ചാരം സാഹോദര്യം.
അപ്പം അത്രയാണ് അതിൻ്റെ ആൻസർ. പിന്നെ അതിൽ ലാസ്റ്റായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് ഉചിത് സന്ദേശ് ചോഡ്കർ പോസ്റ്റർ ബനായേ, ഉചിതമായ സന്ദേശം കൊടുത്തിട്ട് പോസ്റ്റർ ഉണ്ടാക്കൂ. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസും ഈ ചാപ്റ്ററും. ഇനി ഈ യൂണിറ്റിൽ തന്നെ വേറൊരു പോർഷനായിട്ട് ഒരു കവിത ഉണ്ട്. ആ കവിതയിലുള്ള നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. കവി കാ സപ്ന എന്നാണ് കവിതൻ്റെ ആ ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. യഹാം കവി അപ്ന സപ്ന ബതാത്താ ഹേ. ഇവിടെ കവിയുടെ സ്വപ്നത്തെ പറ്റി പറയുകയാണ്. കവി കാ സപ്ന, കവിയുടെ സ്വപ്നം. മൻ കർത്താ ഹേ പേട് ബൻകർ സബ്കോ ശീതൽ ഛായാതും. മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, പേട് ബൻകർ മരമായിട്ട്, സബ്കോ ശീതൽ ഛായാതും എല്ലാവർക്കും തണുത്ത തണൽ അല്ലെങ്കിൽ തണുത്ത തണൽ നൽകാൻ ആഗ്രഹിക്കുന്നു. മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, ബാദൽ ബൻകർ മേഘമായിട്ട്, സബ്കോ സ്വച്ഛ് പാനീതും എല്ലാവർക്കും, സബ്കോ ബാദൽ മേഘമായിട്ട്, സബ്കോ സ്വച്ഛ് പാനീതും എല്ലാവർക്കും ശുദ്ധമായ വെള്ളം നൽകാൻ ആഗ്രഹിക്കുന്നു. മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, ദർപ്പൺ ബൻകർ കണ്ണാടിയായിട്ട്, സബ്സേ സബ് ദിൻ എല്ലാവരുടെയും എല്ലാ ദിവസത്തിലും, സച്ച് കഹും എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണാടിയിൽ നോക്കിയാൽ നമ്മൾ സത്യം പറയുമല്ലോ, അപ്പോൾ കണ്ണാടിയിൽ നോക്കി സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. മൻ കർത്താ ഹേ മുസ്കാൻ ബൻ ഹർ ദിൻ സബ്സേ പ്യാർ കരും. ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ കവി പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു, മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, മുസ്കാൻ ബൻകർ ചിരിച്ചുകൊണ്ട്, ഹർ ദിൻ എല്ലാ ദിവസവും, സബ്സേ പ്യാർ കരും എല്ലാവരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, സത്യകർമ്മം സേ ഇസ് ധർത്തി പർ സ്വർഗ് രജു. മൻ കർത്താ ഹേ ആഗ്രഹിക്കുന്നു, സത്യകർമ്മം സേ സത്യകർമ്മങ്ങൾ കൊണ്ട്, ഇസ് ധർത്തി പർ ഈ ഭൂമിയിൽ, സ്വർഗ് രജും സ്വർഗം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് നമ്മൾ കവിൻ്റെ ഓരോ ആഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. കവിക്ക് മരമായിട്ട് തണൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവർക്കും തണൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേഘമായിട്ട്, മഴത്തുള്ളിയായിട്ട് ശുദ്ധമായ വെള്ളം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കണ്ണാടിയായിട്ട് സത്യം മാത്രം പറയുന്ന കണ്ണാടിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് കവി. അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ട് ഈ ഭൂമിയെ സ്വർഗ്ഗമാക്കി മാറ്റാനും നമ്മൾ കവി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ കവിതേൻ്റെ ചുരുക്കമായിട്ടുള്ള പറയുന്നത്. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ. അപ്പോൾ ഈ ഓരോ വരിൻ്റെ ഫോട്ടോസ് നമ്മളെ ഈ കവിതേൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കവിത വായിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് തണൽ നൽകാനാണ്. അതിനായിട്ട് മരം അല്ലെങ്കിൽ ഒരു ചെടി നടുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ഫോട്ടോയിൽ ഒരു കുട്ടി ആ തണലിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത് ബാദൽ ബൻകർ, അതായത് മേഘമായിട്ട് മഴ കൊടുത്ത് ശുദ്ധമായ ജലം കൊടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളൊരു ഫോട്ടോയിൽ കുറേ കുട്ടികൾ മഴയത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഫോട്ടോ ഉണ്ട്. പിന്നെ കണ്ണാടിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കണ്ണാടിയിൽ ഒരു കുട്ടി ഇങ്ങനെ ഫോട്ടോ നോക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കൊടുക്കുന്നത്, ലാസ്റ്റല്ല അതിൻ്റെ മുകളിലായിട്ടുള്ളത് എല്ലാവരെയും ചിരിച്ചുകൊണ്ട് സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഈ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ ചാപ്റ്റർ ഇത്രയാണ്. അതിന് താഴായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി എന്താ നോക്കാം. അപ്നെ സപ്നോം കോ കവിതാസേ ചോടും. നിങ്ങളുടെ സ്വപ്നങ്ങളും ഈ കവിതയിലേക്ക് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ ചേർക്കും. ശീർഷകതും ഹെഡിങ്ങും കൊടുക്കും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള മാച്ച് ആയിട്ടുള്ള ഒരു ഹെഡിങ് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. മൻ കർത്താഹെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ മൻ കർത്താഹെ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളൊരു കവിത എഴുതി നോക്കാം. മേരാ സപ്ന എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. മൻ കർത്താഹെ ചിടിയ ബൻകർ ആസ്മാൻ കോ ചുവോ. ആഗ്രഹിക്കുകയാണ്, മൻ കർത്താഹെ ആഗ്രഹിക്കുകയാണ്, ചിടിയ ബൻകർ പക്ഷിയായിട്ട്, ചിടിയ പക്ഷി, ആസ്മാൻ ആകാശം. അപ്പം ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയായിട്ട് ആകാശം തൊടാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മൻ കർത്താ ഹെ നദി ബൻകർ സബ് ജീവ് കോ പാനി ദോം. ആഗ്രഹിക്കുകയാണ്, മൻ കർത്താ ഹെ ആഗ്രഹിക്കുകയാണ്, നദി ബൻകർ നദിയായിട്ട് എല്ലാവർക്കും, സബ് ജീവ് എല്ലാവർക്കും പാനി നൽകാൻ വേണ്ടിയിട്ട്, പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മൻ കർത്താ ഹെ പൗദ ബൻകർ ഞാൻ ആഗ്രഹിക്കുകയാണ്, പൗദ ബൻകർ പറഞ്ഞാൽ പച്ചപ്പ് അല്ലെങ്കിൽ ചെടി മരങ്ങളൊക്കെ ആയിട്ട്, സബ് ജഗഹ് എല്ലാ ഇടങ്ങളിലും, ഹരിയാലി കർദും പച്ചപ്പ് നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മൻ കർത്താ ഹെ ആഗ്രഹിക്കുന്നു, സബ് സപ്ന സജ് ഹോ എല്ലാ സ്വപ്നങ്ങളും സത്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സപ്ന എന്നുള്ള യൂണിറ്റിലുള്ള 2 ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ബാക്കി ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് അടുത്ത വീഡിയോസിലായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.